ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ആകെ മൊത്തം അടിയുണ്ടാക്കി അവസാനം ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് മാറിയെന്ന് കരയുന്ന അനുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തെറ്റാറുടെ ഭാഗത്താണ്, കംപ്ലീറ്റ്ലി 100% അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡ് കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അനുമോൾ ഇവിടെ കുറച്ച് കാരണങ്ങളെടുത്ത് പറയുന്നുണ്ട്, നമുക്ക് വിശദമായിട്ട് തന്നെ പറയാം. ഇവിടെ ആദ്യം തന്നെ സാബുമാൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ചോറാണ് എടുക്കുന്നത്. കാരണം എന്താണ്, എല്ലാവർക്കും ഈ ഫുഡൊന്നും അങ്ങനെ ചോറൊന്നും അടിച്ചു കയറ്റാൻ താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ സാബുമാൻ ശരിക്കും കഴിക്കാറിയാത്ത ആളാണ്, നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്ന ആളാണ് അയാൾ. പക്ഷേ കാർബൊക്കെ അധികം അടിച്ച് കയറ്റാൻ താല്പര്യമില്ല. എന്താണ്, അധികം ബോഡി നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ജിസയിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അവർ കുറച്ചുകൂടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും പയർ കളയരുത്, അല്ലെങ്കിൽ കടല എനിക്ക് വേണം എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരാണ്. അപ്പം കറി വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും ഈക്വലി കൊടുക്കണം എന്നുള്ളതിനാണ്. കാരണം കറിക്കാണല്ലോ കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. കുറച്ചൊക്കെ പ്രോട്ടീൻ കിട്ടുന്നതെല്ലാം തന്നെ കറിയിൽ നിന്നാണ്. പ്രോട്ടീൻ ആയിക്കോട്ടെ, ഫൈബർ ആയിക്കോട്ടെ എല്ലാം കിട്ടുന്നത്. അപ്പോൾ അത് വിളമ്പിയപ്പോഴത്തേക്ക് അനുമോൾ പറയുകയാണ്, അതെനിക്ക് പറ്റത്തില്ല, അത് രണ്ടാമത് ചില ആൾക്കാർ വന്ന് ചോദിക്കും, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ഇവിടുത്തെ ന്യായമാണ് അനുമോളത്. അനുമോൾക്ക് മാറ്റി വെക്കാം, എന്നിട്ട് എപ്പോൾ വിളമ്പാം, അത് രാത്രിയിൽ വിളമ്പാം. എപ്പോൾ വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും അപ്പോഴും ഒരുപോലെ കൊടുക്കണം. ഇപ്പം അനുമോൾ പറയുന്നത് എന്താണ്, രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് അവിടെ രണ്ടാമത് അവർക്ക് കറി കൊടുക്കണം എന്നുള്ളത്. അത് ഇവിടുത്തെ ന്യായമാണ്. അനീഷും ആ ഒരു ന്യായത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അനീഷ് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? സാബുമോന് ചോറിക്കുള്ളിൽ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, സാബുമോന് ചോറിക്കുള്ളിൽ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് എന്താണ്, സാബുമോന് കറി എടുക്കാൻ പാടില്ല, എല്ലാവർക്കും ഈക്വലി കൊടുക്കണം. രണ്ടാമത് എല്ലാ അലമ്പ് നടന്ന സമയത്ത് അനുമോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്ത സമയത്ത് സാബുവിന് കൊടുത്തില്ല, ബാക്കിയുള്ള എല്ലാവരും പ്ലേറ്റിൽ കൊടുക്കുകയും ചെയ്ത്. അതവിടുത്തെ ന്യായമാണ്. അവിടെയും അനുമോളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അനുമോൾ പറയുന്ന മൂന്നാമത്തെ ന്യായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവളൊന്നും ഒരു പണിയും ചെയ്യത്തില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലെ ആടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പം പറയണം, അപ്പോൾ എന്താണ് പറയാത്തത്? കുടുംബാംഗങ്ങളല്ലേ, മെയിൻ ക്യാപ്റ്റനോട് പറയണം ആദിൽ ഒരു പണിയും ചെയ്യുന്നില്ലെന്നുള്ളത്. എന്നിട്ട് ആദിലേനെ പിടിച്ചിട്ട് നല്ല പണിഷ്മെൻറ്റ് ആദിലേക്ക് കൊടുക്കണം. അപ്പോൾ ഒന്നും പറയാതെ ഞാൻ തന്നെയാണ് എല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഞാൻ തന്നെ വിളമ്പണം, ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്യണം, ഞാൻ തന്നെ എനിക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മൊത്തത്തിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് അനുമോളോടെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ചേർന്നിരുന്ന് മണ്ടത്തരം പറയുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്നാണ്, കറി മാറ്റി വെക്കാം, പക്ഷേങ്കിൽ മാറ്റി വെക്കുമ്പോഴും അത് രാത്രിയത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് എല്ലാവർക്കും രാത്രിയിലും ഒരേപോലെ തന്നെ കൊടുക്കണം. അതല്ലാതെ രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് രണ്ടാമത് കറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് എന്നുള്ള രീതിയിൽ പരിഗണന കൊടുക്കുന്നു? ഒരു പരിഗണനയില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രം പാർഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ചോദിച്ചതിനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അതിലെ പണിയെടുത്തില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ് വേറെ വിഷയങ്ങളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കറി എന്നുള്ള വിഷയമേ മാറിയിട്ട് അനുമോൾ വേറെ ഏതെങ്കിലുമൊക്കെ തലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. തലച്ചോറിൽ അന്ധമായിട്ടുള്ള ആരാധന മൂത്ത് അനീഷ്, അനുമോൾ, ഷാനവാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് തെറ്റും ശരിയോ ഒന്നും അവർക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മളിവിടെ അനുമോളിനെ നല്ലതും പറയും, അനീഷിനെ നല്ലതും പറയും, അവരെല്ലാം മോശവും പറയും. കണ്ടവർക്കറിയാം, വേറൊന്നും പറയുന്നില്ല.